ഗസയിലെ അഭയാർത്ഥി ക്യാമ്പുകളിലും റഫയിലും ഇസ്രയേൽ ആക്രമണത്തിൽ 20 പേർ കൂടി കൊല്ലപ്പെട്ടുവെന്ന് വാർത്ത വരുമ്പോഴാണ് വിദേശ വാർത്തകളിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നത്. അക്രമത്തിൽ കൊല്ലപ്പെട്ട പാലസ്തീനി യുവതിയുടെ കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിഞ്ഞെങ്കിലും പിന്നീട് മരിച്ചു എന്നാണ് വാർത്ത. അമേരിക്കൻ ക്യാമ്പസുകളിൽ ഇസ്രയേൽ വിരുദ്ധ പ്രക്ഷോഭം നടക്കുന്നു എന്ന വാർത്ത കൂടി പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ അവസരത്തിൽ ഈ വാർത്തകളെ അവലോകനം ചെയ്യാൻ നമ്മുടെ വിദേശകാര്യ സ്പെഷ്യലിസ്റ്റ് പി ജെയിംസ് വരുന്നു. ഗുഡ് മോർണിംഗ് ജെയിംസ്. എവിടെ ജീവനോട് ഉണ്ടോ എന്നൊക്കെ ആൾക്കാർ ചോദിച്ചു തുടങ്ങി. അല്ല, ഇവിടെ ഈ മറ്റേ ഇലക്ഷൻ വന്നിട്ടേ അന്താരാഷ്ട്ര വാർത്തകൾ തള്ളിപ്പോയി, അതുകൊണ്ടാണ്. ഇലക്ഷൻ ഇടയിൽ പെട്ടുപോയി അല്ലേ? ഇലക്ഷൻ ഇടയിൽപ്പെട്ട് വിദേശ വാർത്തകൾ ചതഞ്ഞരഞ്ഞു പോയി. എന്താ ചെയ്യുക? അപ്പോൾ ജെയിംസ്, ഈ പശ്ചിമേഷ്യയിലേക്കുള്ള സംഭവം, പ്രത്യേകിച്ച് ആ കുഞ്ഞിനെയൊക്കെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് വാർത്ത ആദ്യം വന്നു, പിന്നീട് കുഞ്ഞു മരിച്ചു. വല്ലാത്ത സങ്കടകരമായ സാഹചര്യമാണ്. ഒരുപക്ഷെ ഈ യുദ്ധത്തിനിടയിൽ നമ്മളെയൊക്കെ വളരെ സങ്കടപ്പെടുത്തുന്ന ചില ദൃശ്യങ്ങൾ വരാറുണ്ട്. ഒരുപക്ഷെ നമ്മളത് അഫ്ഗാൻ യുദ്ധത്തിൽ കണ്ടു, ഉക്രൈൻ യുദ്ധത്തിൽ കണ്ടു. ഇപ്പോൾ ഇസ്രായേൽ യുദ്ധത്തിൽ എല്ലാവരെയും വലിയ ആകാംക്ഷയോടെ നോക്കിയിരുന്ന ഒരു കാര്യമാണ് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട യുവതി. ആ യുവതിയിൽ നിന്ന് ചോര കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയെടുത്തു. അത് റൂഹ് എന്ന് പേരിട്ടു. അവർ രക്ഷപ്പെടുമെന്ന് എല്ലാവരും കരുതിയതാണ്. പക്ഷേ ഈ മണിക്കൂറുകളിൽ ആ കുഞ്ഞ് മരിച്ചതായി വാർത്ത വരുന്നു. ഒരുപക്ഷെ ഈ ലോകത്തിലേക്ക് പിറന്നു വീണ് ദിവസങ്ങൾക്കകം ലോകത്തോട് വിട പറയേണ്ടി വരുന്ന അനേകായിരം കുഞ്ഞുങ്ങളിൽ ഒരാളായിട്ട് ആ കുഞ്ഞ് മാറിയിരിക്കുകയാണ്. കാരണം ഈ യുദ്ധത്തിൽ ഏതാണ്ട് 34,500-ലേറെ പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിൽ 24,000-ലേറെ പേർ സ്ത്രീകളും കുട്ടികളാണ്. അതിൽ തന്നെ 14,000 പേര് കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ ഏറ്റവും സങ്കടകരമായ വാർത്ത അത് തന്നെയാണ്. 14,000 കുഞ്ഞുങ്ങൾ, അവർ ലോകത്തിൻ്റെ പുതിയ പൗരന്മാരായിട്ട് വളർന്നു വരേണ്ടവരാണ്. അവർ ഒരു യുദ്ധത്തിന് നടുവിൽ കൊല്ലപ്പെടുന്നു. അവർ ചെയ്യാത്ത കുറ്റത്തിന് നിരപരാധികളായിട്ടുള്ള കുഞ്ഞുങ്ങൾ, പലസ്തീനി കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ട വാർത്ത എല്ലാ ദിവസവും പറയേണ്ടി വരുന്ന ഒരു ദുരവസ്ഥ കൂടിയുണ്ട് നമുക്ക്. അപ്പോൾ അതിൻ്റെ അവസ്ഥയിലാണ് ഈ കുഞ്ഞിൻ്റെ കൂടി കണക്കിൽപ്പെടുന്നത്. ഇപ്പോൾ 20 പേർ കൂടി കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു. റഫയിൽ ആക്രമണം നടത്തരുതെന്ന് ലോകരാജ്യങ്ങളൊക്കെ പറഞ്ഞിട്ടും 10 ലക്ഷം അഭയാർത്ഥികൾ, അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് പുറമെ 10 ലക്ഷം അഭയാർത്ഥികൾ കൂടി റഫയിലുണ്ട്. ഈജിപ്ഷ്യൻ അതിർത്തിയിലാണ്. എന്നെങ്കിലും ഈജിപ്തിലേക്ക് കടക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരാണ് അവിടെയുള്ളത്. അവർക്ക് നേരെയാണ്, അതിൻ്റെ അടുത്തൊക്കെയാണ് ആക്രമണം തുടങ്ങിയിരിക്കുന്നത്. പക്ഷേ വൻ ആക്രമണം വരുന്നു എന്നാണ് ഇസ്രായേൽ പറയുന്നത്. അങ്ങനെ സംഭവിച്ചാൽ ആയിരക്കണക്കിന് ആൾക്കാർ ദിനം പ്രതി മരിക്കുന്ന അവസ്ഥയുണ്ടാവും. അത് തടയണമെന്ന് ലോകരാജ്യങ്ങൾ മുഴുവൻ, അറബ് രാജ്യങ്ങൾ, പാശ്ചാത്യ രാജ്യങ്ങൾ, അമേരിക്ക വരെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇസ്രായേൽ ഇതുവരെ സമ്മതിച്ചിട്ടില്ല. ഹമാസിൻ്റെ പ്രവർത്തകരൊക്കെ റഫയിൽ ഒളിച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത്. എവിടെയൊക്കെ സംശയം തോന്നുന്നു അവിടെയൊക്കെ ആക്രമിക്കുക. ആശുപത്രികളൊക്കെ ഏതാണ്ട് ബോംബിട്ട് തകർത്ത് കളഞ്ഞു. നമുക്കറിയാം, ഈ നാസർ ആശുപത്രി തെക്കൻ ഗസയിലെ ഖാൻ യൂനിസ് നഗരത്തിലാണ്. അവിടെ ഇപ്പോൾ കൂട്ടക്കുഴിമാടങ്ങൾ കണ്ടെത്തി. ഈ മണിക്കൂറുകളിലടക്കം ഏതാണ്ട് 400ഓളം മൃതശരീരങ്ങൾ കൂട്ടക്കുഴിമാടങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതേക്കുറിച്ച് ഇപ്പോൾ വിവാദം നിലനിൽക്കുകയാണ്. കൂട്ടക്കുഴിമാടങ്ങൾ, ആ കുഴികൾ കുത്തിയത് നേരത്തെയാണ് എന്ന് ഇസ്രായേൽ പറയുന്നു. പക്ഷേ ഇസ്രായേലിൻ്റെ ബോംബിങ്ങിൽ ഒരുപാട് പേർ മരിച്ചപ്പോൾ അവരെ അടക്കം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് ഗസയിൽ നിന്നുള്ള പാലസ്തീനികൾ പറയുന്നു. എന്തായാലും കൂട്ടക്കുഴിമാടങ്ങളിൽ നിന്ന് 400ഓളം മൃതശരീരങ്ങൾ കണ്ടെത്തിയത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയാണ്. ഇതിനിടയിൽ മധ്യസ്ഥ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ആദ്യമായി ഈജിപ്ഷ്യൻ സംഘം ഇസ്രായേലിലേക്ക് പോകുന്നു പ്രശ്നങ്ങൾക്ക് തടയിടാനായിട്ട്, അല്ലെങ്കിൽ മധ്യസ്ഥ ശ്രമങ്ങൾക്കായിട്ട്. പക്ഷേ ഇസ്രായേൽ വഴങ്ങുന്ന ലക്ഷണമില്ല. അതിനിടയിൽ അമേരിക്ക പൂർണ്ണമായി പിന്തുണ ഇസ്രായേലിന് നൽകിയിട്ടുണ്ട്. ഇടയ്ക്ക് അവരുമായിട്ട് ഉടക്കുകയും ചെയ്യും. പക്ഷേ ഇത് ആദ്യമായിട്ട് അമേരിക്കൻ ക്യാമ്പസുകളിൽ വലിയ ഇസ്രായേലി വിരുദ്ധ പ്രക്ഷോഭം ആഞ്ഞടിക്കുകയാണ്. പാലസ്തീനികൾക്ക് അനുകൂലമായിട്ടുള്ള മുദ്രാവാക്യം മുഴക്കി നൂറുകണക്കിന് വിദ്യാർത്ഥികൾ അമേരിക്കൻ ക്യാമ്പസുകളിൽ, പ്രിൻസ്റ്റൺ ടൗണിൽ, ടെക്സസിൽ, കാലിഫോർണിയയിൽ അടക്കമുള്ള, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിലൊക്കെ അവർ, പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലൊക്കെ രംഗത്ത് വന്നിരിക്കുന്നു. അത് അമേരിക്കയെ വല്ലാതെ വല്ലാതെ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. ജെയിംസ്, അതായത് ഈ അമേരിക്കയും ചൈനയും തമ്മിലൊക്കെ സംഘർഷത്തിൽ നിൽക്കുമ്പോൾ തന്നെ ചൈന സന്ദർശിച്ചു അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ. അതിനിടെ തൈവാൻ അവർ സഹായവും പ്രഖ്യാപിച്ചു. അതിൻ്റെ സന്ദർശനത്തിനൊടുവിൽ ഈ അമേരിക്ക ചെയ്യുന്നത് നമുക്ക് പലപ്പോഴും മനസ്സിലാകില്ല. അവർക്ക് എന്തെങ്കിലും ലക്ഷ്യം ഉണ്ടാകും. വളരെ രസകരമാണ് കാര്യങ്ങൾ. അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഒരു വർഷത്തിനുള്ളിൽ 2ാം തവണയാണ് ചൈനയിലെത്തുന്നത്. ചൈനയിലെ ഷാങ്ഹായ് നഗരത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രത്യേക വിമാനം പത്രലേഖരെയൊക്കെ കൊണ്ടുവന്ന് ഇറങ്ങുമ്പോൾ, ഇറങ്ങി ടെർമാർക്കിലേക്ക് കടക്കുമ്പോഴാണ് പ്രഖ്യാപനം വരുന്നത്. തായ്വാന് $800 കോടി സഹായം പ്രഖ്യാപിച്ചിരിക്കുന്നു അമേരിക്കൻ കോൺഗ്രസ്. കാരണം
ചൈനയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുമായിട്ടുള്ള ഏറ്റവും വലിയ സംഘർഷം തായ്വാൻ്റെ പേരിലാണ്. തായ്വാൻ തങ്ങളുടെ ഭാഗമാണെന്ന് ചൈന പറയുകയും അത് എങ്ങനെയെങ്കിലും തങ്ങളുടെ ഭാഗത്തോട് കൂട്ടിച്ചേർക്കണമെന്ന് ചൈന ആഗ്രഹിക്കുകയും ചെയ്ത് അവിടെ സംഘർഷം നിലനിൽക്കുമ്പോഴാണ് തായ്വാനെ ചൈനയ്ക്കെതിരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് $800 കോടി അമേരിക്ക പ്രഖ്യാപിച്ചത്. അതേസമയം തന്നെ നയതന്ത്ര ദൗത്യവുമായിട്ട് അമേരിക്കയുടെ രണ്ടാമൻ, പ്രസിഡന്റിന് ശേഷം ഏറ്റവും അധികാരമുള്ള ആൾ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ അവിടെ വിമാനം ഇറങ്ങുന്നു. അവർ ചർച്ച നടത്തി, വാങ്ങി അടക്കമുള്ള അവിടുത്തെ ഫോറിൻ മിനിസ്റ്റർ അടക്കമുള്ളവരായിട്ട് ചർച്ച നടത്തി. ഷി ജിങ് പിങ് ചൈനയുടെ പ്രസിഡന്റിനെ കണ്ടു. പക്ഷേ ഇതൊക്കെ നടത്തിയെങ്കിൽ അവർ തമ്മിൽ തായ്വാൻ പ്രശ്നത്തിൽ, ഉക്രൈൻ പ്രശ്നത്തിൽ അതിശക്തമായ അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഉക്രൈനിൽ ഇപ്പോൾ റഷ്യയെ ഏറ്റവും കൂടുതൽ ആയുധങ്ങളും ആയുധ സാമഗ്രികളും നൽകി സഹായിക്കുന്നത് ചൈനയാണ്. ചൈന അത് നിർത്തണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടു. അതുപോലെ തന്നെ തായ്വാന് നൽകുന്ന പിന്തുണ അമേരിക്ക നിർത്തണമെന്ന് ചൈന ആവശ്യപ്പെട്ടു. എന്ന് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ അവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ അവർ പറയുന്നത് പ്രശ്നങ്ങൾ മാറ്റിവെച്ച് എന്തൊക്കെ കാര്യങ്ങളിൽ, വ്യാപാര കാര്യങ്ങളിൽ സഹകരിക്കാൻ സാധിക്കുമെന്നുള്ള ചർച്ചയാണ് വേണ്ടത്. എന്ന് മാത്രമല്ല, ചൈനീസ് ഗുഡ്സ് വലിയ രീതിയിൽ അമേരിക്കയിൽ ഡംപ് ചെയ്യുകയാണ്. അതിനെതിരെ ജാനറ്റ് യെല്ലൻ, അവരുടെ ട്രഷറി സെക്രട്ടറി അല്ലെങ്കിൽ ധനകാര്യമന്ത്രി തന്നെ പ്രതികരിച്ചിരുന്നു. 2 തവണ ചൈനയിൽ സന്ദർശനം നടത്തിയവർ. എന്തായാലും അമേരിക്കയ്ക്കും ചൈനയ്ക്കും പരസ്പരം ആവശ്യമുണ്ട്. കാരണം 2 ഭാഗത്തും സാമ്പത്തികമായിട്ടുള്ള തകർച്ചകളുണ്ട്. ഇവർ പരസ്പരം ആയിട്ടുള്ള ട്രേഡ് 2018 വരെ ഉണ്ടായിരുന്നു. ഡൊണാൾഡ് ട്രംപിൻ്റെ കാലത്താണ് ഇവർ തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായത്. SK